ശ്രീ ജലീൽ, ഇവിടെ ശ്രീ വി രാജേഷ് പറയുകയായിരുന്നു, അങ്ങനെ മധു മുല്ലശ്ശേരിയുമായി ഏതെങ്കിലും തരത്തിൽ നേരത്തെ BJP ബന്ധപ്പെട്ടിട്ടേ ഇല്ല. പുതിയ ഏരിയ സെക്രട്ടറി താങ്കൾ കൂടിയാണല്ലോ. ശ്രീ ജലീൽ, ഇവിടെ ജില്ലാ സെക്രട്ടറി പറയാനാണ് ഈ പറയുന്ന മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ആൾ ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ BJP-യുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നോക്കൂ സാർ, എത്രത്തോളം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. നിങ്ങളുടെ ഒരു ഏരിയ സെക്രട്ടറി BJP-യുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയെങ്കിൽ പിന്നെയും അയാൾ ആ കസേരയിൽ തുടർന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ, നിങ്ങളുടെ രാഷ്ട്രീയത്തിന് എന്തോ ദൗർബല്യമുണ്ട് ശ്രീ ജലീൽ. ബഹുമാനപ്പെട്ട വി രാജേഷ് അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഈ മുല്ലശ്ശേരി മധു ഒരു ആഡംബര ഫ്ലാറ്റ് വാങ്ങുകയുണ്ടായി ചെറുവയ്ക്കലിൽ. ആ ഫ്ലാറ്റിൻ്റെ പാലുകാച്ച് ചടങ്ങിൽ എന്തിനാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്തത്? ആ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്തത് മുതൽ ഇദ്ദേഹം BJP-യുമായി നടത്തുന്ന ചില നീക്കങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് അറിവ് കിട്ടുകയും നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റി അയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ശേഖരിക്കുമ്പോഴാണ് വലിയ ബിസിനസ് ബന്ധങ്ങൾ ഇദ്ദേഹം നമ്മുടെ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട്, മറ്റ് ചില ബിസിനസ് ബന്ധങ്ങളുണ്ട്. ആ ബിസിനസ് ബന്ധങ്ങൾ തുടർന്നു പോകുമ്പോഴാണ് ഏതാണ്ട് 6-8 മാസക്കാലത്തിന് മുമ്പ് ഇതിനെതിരായിട്ടുള്ള വലിയ വിമർശനം പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഉയർന്നു വരുന്നത്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലുള്ള സഖാക്കൾ കൊടുത്ത 40ഓളം പരാതികൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മുമ്പിലുണ്ട്. അത് പാർട്ടി പരിശോധിച്ച് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് സമ്മേളനം വരുന്നത്. സ്വാഭാവികമായി നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചൊരു സമ്മേളനം വന്നാൽ ആ സമ്മേളനത്തിനകത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. എന്ത് അസത്യമാണ്! CPM-ൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത്? ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ നല്ല വിമർശനം വന്നു. ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യപരമായ നിലപാട് മൂലം, ഇദ്ദേഹത്തിൻ്റെ ദാർഢ്യം മൂലം ഒരു സമ്മേളനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മംഗലാപുരം സമ്മേളനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇയാളെടുത്ത തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായി വലിയ വിമർശനങ്ങളാണ് ബാക്കി 9 സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നത്. മംഗലാപുരം സമ്മേളനത്തിൽ വലിയ വിമർശനമാണ് ഇദ്ദേഹത്തിനെക്കുറിച്ച് ഉയർന്നു വന്നത്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ആ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അതിന്മേലൊരു പരിശോധന ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കമ്മീഷനെ വെച്ചിരിക്കുകയാണ്, പാർട്ടി ജില്ലാ കമ്മിറ്റി കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ആ കമ്മീഷൻ്റെ അന്വേഷണം വന്നാൽ ഇദ്ദേഹം പുറത്താക്കും. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കിതൊന്നും പുറത്തു പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നവരെയല്ല. ഏരിയ കമ്മിറ്റിയുടെ കണക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. 27 ലക്ഷം രൂപ ബാക്കി വെച്ചിട്ടാണ് പോയത് എന്ന് ബഹുമാനപ്പെട്ട BJP-യുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഇത് ആരുണ്ടാക്കിയ പൈസയാ? ഇതോ ഏതെങ്കിലും കുത്തക മുതലാളിമാരിൽ നിന്ന് വാങ്ങിയ പൈസയല്ല. ഞങ്ങളുടെ പാവം പാർട്ടി സഖാക്കൾ ബ്രാഞ്ചുകളിൽ നിന്ന് 50ഉം 100ഉം 200ഉം വെച്ച് മുഴുവൻ ആളുകളെയും കണ്ട് പിരിച്ചെടുത്ത പൈസയാണ്. ആ പൈസ ജനങ്ങളുടെ പൈസയാണ്, അല്ലാതെ മുല്ലശ്ശേരി മധു സ്വരൂപിച്ച പൈസയല്ല. ആ കണക്ക് വയ്ക്കുമ്പോൾ കണക്കിൽ വലിയ വ്യാപകമായ തിരിമറിയാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളൊരു ആഡിറ്റ് കമ്മിറ്റിയെ വെച്ചു. ആഡിറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. ആഡിറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ പാസ്ബുക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. വലിയ പരാതി വന്നു പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത്. ഏരിയ സെൻറ്റർ കൂടി ഇരുന്ന് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചു. ഏരിയ സെൻറ്ററിൻ്റെ മുമ്പിലേക്ക് കണക്കുമായി വരാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ കയറിൽ കയറി പോവുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ ആരോപണം അദ്ദേഹത്തിനെക്കുറിച്ച് ഉയർന്നു വന്നു. പാർട്ടി ഏരിയ സമ്മേളനത്തിൽ നല്ല വിമർശനം അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നു വന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ മാറ്റാൻ ഒരാളും ഇടപെട്ടിട്ടില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി ആ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ചുമതല ഉണ്ടായിരുന്നത് നിയമസമ്മേളനത്തിലാണ്. ശ്രീ ജലീൽ, ഇതിപ്പോൾ പാർട്ടി വിട്ടുപോകുന്ന ഒരു സഖാവിനോട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗീയത പ്രശ്നത്തിന്റെ പേരിലോ ജില്ലാ സെക്രട്ടറി തർക്കത്തിന്റെ പേരിലോ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകുന്ന ഒരു സഖാവിനെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്നതിനപ്പുറം മുല്ലശ്ശേരി മധു സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചു, സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു എന്ന് രേഖാമൂലം തെളിയിക്കാൻ CPM-ന് കഴിയുമോ? തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ അത്തരം കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കണക്കുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ചേരുകയുണ്ടായി. ഞങ്ങൾ പ്രാഥമികമായ ചർച്ച നടത്തുകയുണ്ടായി. അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ, തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ പാർട്ടി നേതാക്കന്മാരുടെ സമ്മതത്തോടെ, അറിവോടെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ എത്തിക്കും. ഓക്കെ.